ചുടയിലെ പ്രേതകഥ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് അടുത്ത വരാൻ പോകുന്ന ഒരു കഥയുടെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ തരാം. പലർക്കും വിശദമായി അറിയാത്തതും കൂടുതൽ കേട്ടറിവില്ലാത്ത ഒരു ഭീകരമായ ഒന്നാണ് ചുടയിൽ. പലർക്കും ചുടയിൽ എന്ന വാക്ക് അത്ര അറിവുണ്ടായിരിക്കില്ല. പ്രേതം, ഭൂതം, മാടൻ, മറുത എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ചുടയിലെന്ന് കേരളത്തിലെ പലർക്കും അറിയില്ല. എന്നാൽ ചുടലേക്ഷയാണെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി. ഇത് മറ്റുള്ള ഭൂതപ്രേത പിശാചുക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അതിഭയാനകമായ ഒന്നാണ്. ഹിന്ദു വിശ്വാസത്തിൽ കണ്ടുവരുന്ന എന്നാൽ പലർക്കും അറിയാത്ത ഒന്നാണ് ഇത്, അഥവാ ചുടയിൽ. ഇവർ എപ്പോഴും സ്ത്രീകളായിരിക്കും. ഇവരുടെ വാസസ്ഥലം സെമിത്തേരി, ഒറ്റപ്പെട്ട പറമ്പുകൾ എന്നിവിടൊക്കെയാണ്. ചുടയിൽ എന്നത് അതിക്രൂരമായി കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട സ്ത്രീയുടെ ആത്മാവ് പ്രതികാരദാഹിയായി മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മറ്റൊരു കാര്യം എന്തെന്നാൽ, ഗർഭിണിയായ ഒരു സ്ത്രീ തൻ്റെ വയറിൽ കുട്ടിയുള്ള സമയം അസ്വാഭാവികമായ മരണത്തിനിടയായാൽ ആ സ്ത്രീകളാണ് ചുടയിലാവാനുള്ള സാധ്യത 100% ഉള്ളത്. ഇവർ ചുടയിലായാലുള്ള ഭീകരമായ കാര്യമെന്തെന്നാൽ, ആദ്യം ഇവർ സ്വന്തം കുടുംബത്തിലെ പുരുഷന്മാരെയാണ് കൊന്നുകളയുന്നത്. പുരുഷന്മാരിൽ ഏറ്റവും ചെറുപ്രായത്തിലുള്ളവരിൽ തുടങ്ങിക്കൊണ്ടാണ് പ്രതികാരം ആരംഭിക്കുന്നത്. ഒരിക്കലൊരു സ്ത്രീ ചുടയിലായി മാറിയാൽ കാലാകാലങ്ങൾ അവർ അങ്ങനെ തന്നെയായിരിക്കും, വേണ്ട കർമ്മങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുന്നത് വരെ. ഞാൻ പറഞ്ഞു കേട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചുരുക്കി പറഞ്ഞു തരാം. ഞാൻ ഒരിക്കലൊരു കുടുംബത്തെ ട്രെയിൻ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയിരുന്നു. പരിചയപ്പെട്ട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടെയാണ് അവർ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ തിരക്കിയത്. അവർ പറഞ്ഞതെന്തെന്നാൽ, അവരുടെ കുടുംബത്തിലുള്ള പുരുഷന്മാർ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുന്നു എന്നതാണ്. ഒരു തരത്തിലുള്ള അസുഖങ്ങൾ ഇല്ലായെങ്കിലും പല അസുഖങ്ങളും പെട്ടെന്ന് പിടിപെട്ട് 2-3 ദിവസത്തിനുള്ളിൽ മരണപ്പെടുന്നു എന്ന്. കാലാകാലമായി ആ കുടുംബത്തിലെ ആൺതരികൾ നഷ്ടപ്പെടുമ്പോഴും എല്ലാം ഒരേ രീതിയിലാണ്. അവരുടെ കുടുംബത്തിൽ മറ്റു പുരുഷന്മാരുണ്ടെങ്കിലും ചിലവർ മാത്രമാണ് ഇങ്ങനെ മരണപ്പെടുന്നത്. എന്നാൽ ഈ മരണത്തിലൊക്കെയുള്ള അസ്വാഭാവികത കണ്ട് പലതും ചെയ്തുവെങ്കിലും അവസാനമാണ് അവർ ചുടയിലെന്നതിനെപ്പറ്റി നോക്കാനിടയായത്. അവരുടെ കുടുംബത്തിൽ 175 വർഷം മുന്നേ ഗർഭിണിയായ ഒരു സ്ത്രീ മരിച്ചിരുന്നു അത്രേ. ചുടയിൽ എന്താണെന്ന് അറിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ നടന്ന മരണങ്ങളുടെ പിന്നിൽ അങ്ങനെ ഉണ്ടോ എന്ന് തോന്നാൻ ഇടവന്നത്. എന്നാൽ പല കർമ്മങ്ങളിലൂടെ സംഭവം ശരിയാണെന്നും അതിനെ മോചിപ്പിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള യാത്രയിലാണെന്നുമാണ് അവർ എന്നോട് പറഞ്ഞത്. അവർ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനൊന്ന് അന്താളിച്ചിരുന്നു. കാരണം ഞാനും ഒരു പുരുഷനാണ്. ഇനി വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ വല്ലതും കുടുംബത്തിൽ നടന്നിട്ടുണ്ടോ എന്ന പേടി എന്നിലും വന്നിരുന്നു. ഇതേപ്പറ്റി അറിയുന്നവർ ഇങ്ങനെ വല്ലതും നടന്നാൽ അതിനുവേണ്ട പ്രതിവിധിയായി പല കർമ്മങ്ങളും ചെയ്യാറുണ്ടത്രേ. എന്നാൽ അറിയാത്തവർ ഇതൊക്കെ അറിയാൻ കാലങ്ങൾ എടുക്കുമത്രേ. ചുടയിലിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, ഇവർ ഒരു ഷേപ്പ് ഷിഫ്റ്റേഴ്സാണ്, അതായത് രൂപം മാറാൻ കഴിവുള്ളവർ. കൂടാതെ ഇവരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവരുടെ കാൽപാദം നേരെയായിരിക്കില്ല, മറിച്ച് നേരെ പുറകോട്ടേക്ക് തിരിഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. പ്രതികാരദാഹിയായ ഇവരെ അലഞ്ഞു നടക്കുന്ന സമയത്ത് ആരെങ്കിലും കാണാനിടയായാൽ അവരെ ആക്രമിക്കാനും ചിലപ്പോൾ അവർക്ക് മാരകമായ രോഗം വന്നേക്കാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. കൂടാതെ ഇവർ വസിക്കുന്ന സ്ഥലത്ത് വളരെ വലിയൊരു വൃക്ഷമുണ്ടായിരിക്കുമെന്നും, ചുടയിൽ അവിടെ വസിക്കുന്നതാണെങ്കിൽ ഇതൊന്നും അറിയാതെ ആരെങ്കിലും അവിടെ ചെന്നിരുന്ന് സമയം കൂടുതൽ ചിലവഴിച്ചാൽ അവരും ഇതുപോലെ അസ്വാഭാവിക മരണത്തിനിടയാകുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ യഥാർത്ഥ രൂപം വളരെ വികൃതമായതും കറുപ്പടിച്ച് കുഴിയിൽ കിടക്കുന്ന കണ്ണുകളും നീണ്ട കൂർത്ത നഖങ്ങളും കാൽപാദം തിരിഞ്ഞ അവസ്ഥയിലും ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഒരു സ്ത്രീ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പരിചരിക്കുന്നതിലൂടെ അസ്വാഭാവിക മരണം ഒഴിവാക്കാനും അവരെ ചുടയിലാവുന്നതിൽ നിന്ന് മോചിപ്പിക്കാനും സഹായിക്കും. ആയതിനാൽ ഗർഭിണികളെ വളരെ ശ്രദ്ധയോടുകൂടി വേണം പരിചരിക്കാൻ. നമ്മുടെ തെറ്റ് കാരണം അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കാര്യങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. എന്നാൽ എന്തെങ്കിലും തരത്തിൽ മരണപ്പെട്ടു പോയാൽ കർമ്മങ്ങൾ ചെയ്ത് ഒഴിപ്പിക്കാമെന്ന് കരുതിയാൽ അങ്ങനെ കരുതുന്നവർക്ക് തെറ്റി. കാരണം പലതരത്തിലുള്ള കർമ്മങ്ങൾ പലരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും ചുടയിലെന്നത് മറ്റ് ഭൂതപ്രേതങ്ങളെക്കാൾ ശക്തിയുള്ളതായതിനാൽ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴവുകൾ സംഭവിച്ചാൽ പിന്നീടുള്ള കാര്യങ്ങൾ അതീവ ഗുരുതരമായിരിക്കും. എന്നാൽ അതിനെ തളയ്ക്കാൻ വേണ്ടി പല വിദ്യകളും ഉണ്ടെന്നും പറയപ്പെടുന്നു. എന്തായാലും ഇതേപ്പറ്റി കൂടുതൽ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. കൂടാതെ ഒരുപാട് കാലം മുന്നേ നടന്നിട്ടുള്ള ഒരു യഥാർത്ഥ ചുടയിലനുഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ യഥാർത്ഥ കഥയിലേക്ക് വരാം.
ട്രെയിനിൽ വെച്ചുണ്ടായ ഒരു പ്രേതകഥയാണിത്. ഈ അനുഭവം ഒരു 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റേതാണ്. അവൻ്റെ പേരാണ് രാജു. രാജു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ രാജുവിന് എന്തെങ്കിലും വരുമാന മാർഗം വേണമായിരുന്നു. അതുകൊണ്ട് എന്നും ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പോകുമായിരുന്നു. വീടിനടുത്തും പിന്നെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ ട്രെയിൻ പിടിച്ചുപോയും അവൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം വീട്ടിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് ട്രെയിൻ പിടിച്ചും ബാക്കി ദിവസങ്ങളിൽ വീടിനടുത്തുമാണ് ട്യൂഷൻ എടുത്തിരുന്നത്. 1 മണിക്കൂർ യാത്ര വേണം അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് രാജുവിന് ട്രെയിനിൽ. എപ്പോഴും 9:15 ട്രെയിനിലാണ് പഠിപ്പിക്കുന്നത് കഴിഞ്ഞ് തിരികെ രാജു വീട്ടിലേക്ക് പോകാറുള്ളത്. എന്നാൽ ആ ഒരു ദിവസം രാജുവിന് ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങാൻ കുറേ സമയമെടുത്തിരുന്നു. എന്തെന്നാൽ കുട്ടികൾക്ക് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് സിലബസ് തീർന്നിരുന്നില്ല. അങ്ങനെ രാജു തൻ്റെ വീട്ടിൽ വിളിച്ചു കാര്യം പറഞ്ഞു. വീട്ടിലെത്താൻ കുറച്ച് ലേറ്റ് ആവുമെന്ന്. അവസാന ട്രെയിൻ 11:50 രാജു നേരെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് പിടിച്ചു. രാത്രി ആയതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ ഒട്ടും ആൾക്കാരില്ലായിരുന്നു. കൂടിയാൽ ഒരു 2-3 പേർ അവിടെ ഇവിടെയായി ഉണ്ടായിരുന്നു. ഒടുവിൽ ഒരുപാട് കാത്തിരുന്നതിന് ശേഷം ട്രെയിൻ വന്നപ്പോൾ രാജു അതിലേക്ക് കയറിയിരുന്നു. രാത്രി ആയതിനാൽ ട്രെയിനിൽ ഒരുപാട് ആളുകളൊന്നുമില്ലായിരുന്നു. അവൻ്റെ കോച്ചിൽ അവനെ കൂടാതെ മറ്റൊരാൾ കൂടി മാത്രം. ഒരുപാട് നേരം പഠിപ്പിച്ചതുകൊണ്ട് രാജു ഒരുപാട് തളർന്നിരുന്നു. എന്തെന്നറിയില്ല, പെട്ടെന്ന് രാജു മയങ്ങിപ്പോയി. പിന്നെ ട്രെയിൻ ഒരു സ്റ്റേഷൻ നിർത്തിയപ്പോഴാണ് രാജു ഞെട്ടി എഴുന്നേറ്റത്. എന്നാൽ തൻ്റെ സ്റ്റോപ്പ് എത്തിയില്ലായിരുന്നു. പക്ഷേ കൂടെയുണ്ടായിരുന്ന മനുഷ്യൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങി. അയാൾ ഇറങ്ങുന്നതും നോക്കി തൻ്റെ സീറ്റിൻ്റെ അരികിലെ ജനാലയിലേക്ക് തിരിച്ചു നോക്കിയപ്പോൾ ഒരു സ്ത്രീ തൻ്റെ ജനാലയ്ക്കരികെ നിന്ന് രാജുവിൻ്റെ മുഖത്തിന് നേരെ നോക്കുന്നു. വിചാരിക്കാതെയുള്ള സംഭവമായതിനാൽ രാജുവിൻ്റെ ഉള്ളൊന്നു കലങ്ങി. ആ സ്ത്രീ ഒരു മാനസിക വൈകല്യമുള്ള ഒരാളെപ്പോലെയാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് ആ സ്ത്രീയെ അവിടെ നിന്നും രാജു ഓടിച്ചു വിട്ടു. അപ്പോൾ തന്നെ ആ സ്ത്രീ അവിടെ നിന്നും പോയി. പക്ഷേ ട്രെയിൻ എടുക്കാൻ നേരം ആ സ്ത്രീ തൻ്റെ കോച്ചിൽ ഓടിക്കയറി ഒരു സീറ്റിലങ്ങിരുന്നു. ഇത് കണ്ട് രാജുവിന് നന്നായി പേടിയുണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും മാത്രമാണ് ആ കോച്ചിൽ, മറ്റാരുമില്ല. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ രാജുവിനെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ ആ സീറ്റിൽ നിന്ന് ചാടിച്ചാടി വന്ന് രാജുവിൻ്റെ അടുത്തേക്ക് എത്തി. ഇത് കണ്ടതും രാജു അലറി വിളിച്ചു. അവരെ ദൂരെ മാറ്റാൻ രാജു ഒരുപാട് ശ്രമിച്ചു. എന്നാൽ രാജുവിനോട് ഇത്ര നേരം മിണ്ടാതിരുന്ന സ്ത്രീ പറഞ്ഞു, "ഞാൻ എവിടെ പോകും? ഞാൻ നിൻ്റെ കൂടെ വരും. ഇനി എനിക്ക് വേറെ എവിടെയും പോകാനില്ല. കാരണം വീട്ടുകാർ എന്നെ പുറത്താക്കി. അവർക്കെന്നെ വേണ്ട, അവർക്ക് എന്നോട് ഇഷ്ടമില്ല" എന്നൊക്കെയായിരുന്നു ആ സ്ത്രീ പറയുന്നത്. എന്നാൽ രാജുവിനെ കണ്ടപ്പോൾ ഇഷ്ടമായതുകൊണ്ടാണ് തൻ്റെ കൂടെ കൂടിയതെന്നും അവർ പറഞ്ഞു. എന്നാൽ രാജു അവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കണ്ട് രാജുവിനോട് ആ സ്ത്രീ പറഞ്ഞു, "എനിക്ക് നന്നായി ഡാൻസ് കളിക്കാൻ അറിയാം. ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും." ഇതും പറഞ്ഞ് അവർ ആ ട്രെയിനിലെ കോച്ചിൽ നിന്ന് വികൃതമായ രീതിയിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നീടവർ ട്രെയിനിൻ്റെ വിൻഡോയുടെ അരികിൽ ചെന്ന് പാട്ടുപാടിക്കൊണ്ട് നിന്നു. അവർ മാനസിക വൈകല്യമുള്ളതിനാൽ തലയൊക്കെ ട്രെയിനിൻ്റെ പുറത്തിട്ട് ഒരുപാട് നേരം നിന്നു. പക്ഷേ പെട്ടെന്നാണ് ഒരു പോസ്റ്റ് അവരുടെ തലയിൽ ഇടിച്ചത്. അവർ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു വീണു. രാജു പേടിച്ചുകൊണ്ട് ഓടിച്ചെന്ന് നോക്കി. എന്നാൽ അവർ പുറത്തേക്ക് തിരിച്ചിരുന്നില്ല. ട്രെയിനിൻ്റെ അകത്തായിരുന്നു വീണത്. ഗുരുതരമായ ക്ഷതം തലയ്ക്ക് കൊണ്ടത് കാരണം തലപൊട്ടി തലച്ചോർ സീറ്റിലൊക്കെ തിരിച്ചിരുന്നു. അതൊക്കെ കണ്ടതും രാജുവിന് പിന്നെ ഒട്ടും അവിടെ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ രാജുവിന് ഈ കോച്ചിൽ നിന്നിറങ്ങി വേറെ ഏതെങ്കിലും കോച്ചിൽ കയറാനായിരുന്നു പ്ലാൻ. അതിനായി അടുത്ത സ്റ്റേഷൻ എത്തുന്നതുവരെ രാജു കാത്തിരുന്നു. പക്ഷേ ചില കാരണത്താൽ ട്രെയിൻ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് നിർത്തിയിടാനിടയായി. എന്നാൽ രാജുവിന് തൻ്റെ കോച്ചിൽ ആ സ്ത്രീയുടെ ശരീരത്തിനൊപ്പം നിൽക്കാൻ ഒരുപാട് പേടിയായിരുന്നു. അതുകൊണ്ട് അടുത്ത സ്റ്റേഷൻ എത്താനൊന്നും രാജു കാത്തിരുന്നില്ല. ആ സ്ഥലത്തു നിന്ന് തന്നെ ചാടിയിറങ്ങിക്കൊണ്ട് ആ ഒറ്റപ്പെട്ട കാടിനിടയിലൂടെ അടുത്ത കോച്ചിൽ കയറാൻ വേണ്ടി രാജു ഓടി. പക്ഷേ അപ്പോഴേക്കാണ് ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചത്. ട്രെയിൻ വളരെ മെല്ലെയായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ പ്ലാറ്റ്ഫോം ഇല്ലാത്തിടത്ത് നിർത്തിയിട്ടത് കാരണം രാജുവിന് ട്രെയിനിൽ കയറാനായിരുന്നില്ല. എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറാൻ നോക്കിയെങ്കിലും ട്രെയിൻ വേഗം കൂടിയിരുന്നു. ഒടുവിൽ ട്രെയിൻ രാജുവിനെ ആ ഒറ്റപ്പെട്ടയിടത്ത് തനിച്ചാക്കി ദൂരേക്ക് അകന്നുപോയിരുന്നു. രാജു അവിടെ പെട്ടുപോയെന്ന് അവന് നന്നായി മനസ്സിലായി. 4 ദിശയും ഇരുടാൽ മൂടിയിരിക്കുന്നു. നേരെ ചൊവ്വ ചന്ദ്രൻ്റെ പ്രകാശം പോലുമില്ല. മരങ്ങൾക്കും കാടുകൾക്കും ഇടയിലൂടെ നേരത്തെ പ്രകാശം മാത്രം. പേടി കാരണം വിയർത്തൊലിക്കാൻ തുടങ്ങി രാജു.
കൂടാതെ അവൻ്റെ വായിലെ വെള്ളവും പറ്റിയിരുന്നു. വീട്ടിലേക്ക് പോവാൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട്. ഒരു വഴിയും രാജു കാണുന്നില്ല. ഓടാമെന്ന് വെച്ചാൽ രക്ഷയുമില്ല. കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞാൽ കുഴഞ്ഞു വീഴും എന്ന അവസ്ഥയിലാണ്. വേറെ ഒരു വഴിയുമില്ലാത്തതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് രാജു അടുത്ത സ്റ്റേഷനിലേക്ക് വെച്ചുപിടിച്ച് ഓടാൻ തുടങ്ങി. പറ്റുന്നത്ര വേഗത്തിൽ ഓടാൻ ശ്രമിച്ചു. എന്നാൽ ഓടി ഓടി ഒരുവിധം സ്റ്റേഷൻ എത്താൻ വേണ്ടി 1 കിലോമീറ്റർ ബാക്കിയിരിക്കെ തൊട്ടടുത്ത റെയിൽപാളത്തിൽ രാജു എന്തോന്ന് കണ്ടുകൊണ്ട് ഓട്ടം നിർത്തി. ആ കാഴ്ച കണ്ട് രാജു ഞെട്ടിത്തെറിച്ച് അവിടെ തന്നെ നിന്നു. ആ രൂപം കണ്ടിട്ട് രാജുവിന് ട്രെയിൻ തട്ടി മരിച്ച പെണ്ണിനെ പോലെയാണ് തോന്നിയത്. ആ രൂപം മെല്ലെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും രാജു ആലോചിച്ചു, ഇത് അതേ സ്ത്രീയാണോ? അവർ മരിച്ചിരുന്നില്ലേ? അതോ ഇനിയെൻ്റെ തോന്നലാണോ ഇതൊക്കെയെന്ന്. പിന്നീട് ആ രൂപം ട്രെയിനിൽ കളിച്ച അതേ നൃത്തം കളിക്കാൻ തുടങ്ങി. അപ്പോൾ രാജുവിന് ഒന്നുറപ്പായി, സംശയം തെറ്റിയില്ല, ഇത് ആ ട്രെയിൻ തട്ടിയ സ്ത്രീ തന്നെ. പെട്ടെന്നാണ് ആ രൂപം അവിടെ നിന്നും അപ്രത്യക്ഷമായത്. ഇത് കണ്ടതും രാജു പേടിച്ച് വന്ന വഴി തന്നെ തിരിച്ചോടി. എന്നാൽ രാജുവിൻ്റെ കൂടെ ആരോ ഓടുന്ന ശബ്ദം രാജു കേട്ടിരുന്നു. തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഓടുന്നതിനിടയിൽ കാട്ടിലൂടെ കാടിളകി മറിച്ച് എന്തോ ഒന്ന് ഓടിവരുന്നതായി രാജുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്നതാ ആ മരിച്ച സ്ത്രീ രാജുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ട്രെയിൻ തട്ടി മരിച്ചപ്പോൾ കണ്ട അതേ വികൃത രൂപം. തല വിളർന്ന് തലച്ചോറ് അല്പം തൂങ്ങിയാടുന്ന നിലയിലായിരുന്നു. രാജു പേടിച്ചുകൊണ്ട് പുറകോട്ടേക്ക് നടന്നു. എന്നാൽ അവളും രാജുവിൻ്റെ അടുത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. പക്ഷേ അവൾ അന്തരീക്ഷത്തിൽ ഒഴുകിയാണ് വരുന്നത്, കാൽപാദം നിലം തൊടാത്ത രീതിയിൽ. പേടി കാരണം ചുറ്റുമുള്ളതൊന്നും രാജുവിന് കാണാനോ കേൾക്കാനോ പറ്റിയിരുന്നില്ല. ആ സമയത്താണ് റെയിൽപാളത്തിൽ നിന്ന് രാജുവിനെ എതിരെ വന്ന ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചത്. കാലങ്ങൾ കടന്നുപോയി. ഇപ്പോഴും രാജു ട്രെയിൻ തട്ടിയ സ്ഥലം എത്തിയാൽ ട്രെയിനിലെ ചില ആൾക്കാർ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നതോ അല്ലെങ്കിൽ ഒരു യുവാവിനെയോ കാണാറുണ്ടത്രേ. അതെ, അന്ന് രാജു ട്രെയിൻ തട്ടി അവിടെ വെച്ച് മരിച്ചിരുന്നു. ആ മരിച്ച രാജുവിൻ്റെ ആത്മാവിനെയാണ് മറ്റുള്ളവർ രാത്രി ട്രെയിനിൽ പോകുന്ന സമയം കാണാറുള്ളത്.